അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഫോൺ നന്നാക്കുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ. ഇന്ന് പൈസയൊന്നും കൊടുക്കേണ്ടിയിരുന്നു. ഇന്ന് ഞാൻ അന്ന് പോയ കടയിൽ തന്നെ പോയി ശരിയാക്കി കേട്ടോ. ഞാൻ ഒരു തുണ്ട് കാണിച്ചെന്നില്ലേ, ആ കടയിൽ പോയി ശരിയാക്കി. ബിക്കോസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റീസൺസ് പറയാൻ വേണ്ടിയുണ്ട്. ഇന്നലെ ഞാൻ കുഞ്ഞേരെ വീട്ടിൽ പോയായിരുന്നു. പോയി അവിടെ ചെന്നപ്പോഴേ ഉത്സവമായിരുന്നു. അന്ന് എനിക്ക് നന്നാക്കാൻ പറ്റിയില്ല. ഇന്ന് കുറേ ഉണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് അഴുക്ക ദിവസമായിരുന്നു. ഇന്നലെ പ്രത്യേകിച്ച് ഉത്സവത്തിന് നമ്മളൊന്നും എടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇന്ന് ഈ മറ്റേ കുത്തിയോട്ടോ ഈ ശൂലം നമ്മൾ എത്താറാവണതേ കുറച്ചേ എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റീസൺസ് പറയാൻ വേണ്ടി അവിടെ ഉത്സവം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ആ ഒരു തിരക്ക് ചെയ്യാൻ മറന്നുപോയി. ഇന്നാണ് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ ഇന്ന് ഫോൺ റീചാർജും ചെയ്ത് എല്ലാം ചെയ്ത് കേട്ടോ. നമുക്ക് വീട്ടിലെത്തിയിട്ട് നമുക്കൊരുന്ന് എടുക്കാം കേട്ടോ, റീസൺസ് എടുക്കാം. ഇവിടെ മീൻ വാങ്ങാൻ വേണ്ടി പോകാൻ പോയാണ്. പെട്ടെന്നൊന്ന് ചെന്നാൽ ഒരുമിച്ച് മീൻ വാങ്ങാൻ പോകാം സുഹൃത്തുക്കളെ. ഏകദേശം ഇവിടെ എത്തിയതേ ഉള്ളൂ. നമുക്ക് എത്താറായില്ല, തന്നെ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എത്തി കേട്ടോ. ഇന്നലത്തെ വ്ളോഗ് എടുക്കാത്ത കാരണം അത്രയ്ക്ക് അങ്ങ് ഇതില്ലായിരുന്നു കേട്ടോ. അതാണ് കാര്യം. ഇത്രയ്ക്ക് നമ്മളിവിടെയൊക്കെ നടക്കുമ്പോഴത്തെ ഒരു മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കൊടിയില്ലേ, ചുവന്ന കൊടി, റോക്കറ്റ് പോലെയൊക്കെ ഇരിക്കുന്ന പോലത്തെ കൊടി, ആ ചുവപ്പ് കൊടിയും പിടിച്ചുകൊണ്ട് നടന്നു. അത്രയേ ഉള്ളൂ. അന്ന് കുഞ്ഞിനെ വീട്ടിൽ പോയപ്പോൾ ഒരു തമ്മനെ നമ്മൾ സെറ്റ് ചെയ്തില്ലേ, ഒരു കൊച്ചിൻ്റെ തമ്മനയിൽ വെച്ച് കണ്ടില്ലേ, അത് ആ കൊച്ചിൻ്റെ കൊടി പിടുത്തൊക്കെ വരുന്ന ഇന്നലെ രാത്രി. ആ കൊച്ചിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. ഇപ്പം നേരത്തെ കണ്ട് നമ്മൾ കൊറിയറല്ലേ കണ്ട് അങ്ങ് നിൽക്കുന്ന കണ്ട അവിടെ വീട്ടിൻ്റെ നടയിൽ കണ്ട, ഇവിടെ നോക്കിയാൽ കാണാം അത്. നമ്മൾ ഇറങ്ങി കേട്ടോ. കഥ കഥയൊക്കെ പൂട്ടി കണ്ട് ഇപ്പം ഇറങ്ങിയതിന് ഇത് വ്ളോഗ് എടുക്കാതെന്ന് വെച്ചാൽ താമസിച്ചാണ് വന്നത്. കാണിച്ചുണ്ടല്ലോ ഞാൻ എത്തി ചക്ക ഇന്നലെ മെനഞ്ഞന്നൊക്കെ ഞാൻ വല്ല വാങ്ങിച്ചിട്ടുണ്ടെന്നാ. നീ വാങ്ങിച്ച സമയത്ത് നമ്മ വാങ്ങി അങ്ങനെ നിർത്തി. മറ്റ് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്, അത് എഡിറ്റ് ചെയ്യണം. വെറുതെ എങ്ങിടാം അല്ലേ, എല്ലാവരും ഒരുമിച്ചിട്ട് വെറുതെ എങ്ങിടാം. സോങ് തരണ്ട, വെറുതെ എങ്ങിട്ട് പിന്നെ എടുക്കാം. വണ്ടി വരികയാണ് സുഹൃത്തുക്കളെ. വരട്ടെ കേസ് വാങ്ങിച്ചിട്ട് വരാം. ഒരു കേസ് ഉണ്ട്. അതുകൊണ്ട് മീൻ വാങ്ങിച്ചിട്ട് മറ്റേത് എഡിറ്റ് ചെയ്യാനുണ്ട്, അത് എഡിറ്റ് ചെയ്യാം. മീൻ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ എത്തിയിട്ട് എടുക്കാം. അല്ല, 2 തരം മീൻ വാങ്ങിച്ചു. ഓ, അയലയും
ചാളയും. ഞാൻ 100 രൂപ കൊടുത്തോളൂ. 120 പോലെ അങ്ങേരെ 120 പോലും. 20 പോലും ഗൈസ്. ഓ 120. ആ 120. അപ്പൊ അരി എന്തരായ? എന്താ ഇത് ചമ്പാവരിയാ? അത് ഞാൻ പിന്നെ എടുക്കേ. നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. വെയിൽ കണ്ടോ ഇവിടെ? ഭയങ്കര വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ. പുതിയൊരു വീട്ടിലേക്കുള്ള സ്വാഗതം സുഹൃത്ത്. ബാക്കി ഇതെന്താ ചെയ്യണം, ഇതെന്താ അരിയണം. ഇനി ഇതും കൂടെ വെച്ചാൽ അതില്ല. അപ്പൊ ഇതും കൂടെ വയ്ക്കണം. ഒരു കുക്കിംഗ് കൂടെ ഉണ്ട്. അത് വെച്ചാൽ മരിച്ചിനിയും പിന്നെ ഈ ഇപ്പം എടുത്തോണ്ട് വരുന്ന സാധനം, ഇപ്പം കാണിച്ചിരുന്ന സാധനം അതും കൂടെ വയ്ക്കാറുണ്ട്. പയർ കൂടെ വയ്ക്കാറുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ നമുക്ക് ഈ കളവയും ഇതും ടേസ്റ്റ് ഒരു ഈറ്റിംഗ് ചലഞ്ച് നടത്താമെന്ന് വിചാരിച്ചിട്ട്. കണവ വീസ് മറ്റേ ഈ കറി ഉണ്ടല്ലേ, മറ്റേ നമ്മൾ ഫസ്റ്റ് വെച്ചൊരു കറിയുണ്ട്, തീയലേറി. ആ തീയലേറിയും ഈ കളവ കറിയും കൂടെയുള്ള തോരനും കൂടെയുള്ള ഒരു കിടുക്ക്, എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു കിടുക്ക് ഒരു ഈറ്റിംഗ് ചലഞ്ച് നടത്താൻ വേണ്ടി പോകുന്നു. അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് കഴിക്കണം ആണ് ചലഞ്ച്. പെട്ടെന്ന് കഴിക്കണം ഇല്ല, പെട്ടെന്ന് അമ്മയും കൂടെ ഇരിക്കും. പെട്ടെന്ന് ചലഞ്ച് മൊത്തം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചലഞ്ച് ഇപ്പം തുടങ്ങൂല. ഇത് കുക്കിംഗ് ചെയ്തതിന് ശേഷം ചലഞ്ച് ഇവിടെ ആരംഭിക്കുന്നതാണ്. ഈ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബാക്കി പരിപാടികൾക്ക് പോവാം. ഇരിക്കുന്നത് കൊണ്ടാണ് വള്ളിപ്പയർ എന്ന് പേര് വന്നത്. ഇത് വള്ളിപ്പയർ കഴുകി അരിയാൻ വേണ്ടി പോവുകയാണ്. വള്ളിപ്പയർ അരിഞ്ഞിട്ട് അത് തോരൻ വെക്കണം. പിന്നെ മരിച്ചിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടി വരും. ഒരു കുക്കിങ്ങും ഡേയും മറ്റു കുക്കിംഗ് ഡേ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഈ ലോഡായി എഡിറ്റ് ചെയ്യണം. പറ്റുമെന്ന് ഇന്ന് ചെയ്യാൻ പറ്റി. അത് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു. നെറ്റ് വൈഫൈയിലാണ് എഡിറ്റ് എല്ലാം ചെയ്തത്. വൈഫൈയിലാണ് എഡിറ്റ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് ഇന്ന് വൈകുന്നേരത്തോടെ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം രണ്ടാമത്തേലും കുക്കിങ്ങാണ്. രണ്ട് തരം കുക്കിങ്ങാണ്. രണ്ട് തരമല്ല, അതല്ല, കുക്കിങ്ങാണ്. മരിച്ചിനി ചിലപ്പോൾ കൊണ്ടുവരണമെങ്കിൽ അതും ചെയ്യേണ്ടി വരും. പിന്നെ വള്ളിപ്പയറുണ്ട്, അതിപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിപ്പുണ്ട് സംഭവം. അപ്പോൾ അതൊന്ന് അരിയട്ടെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ആവുമായിരുന്നു. 12:30 പിന്നെ എല്ലാം ചെയ്തിട്ട് പയർ അരിയട്ടെ. പഴുത്ത് ഇല്ലാതായി വഴി കുറെ ഉണ്ട് മലക്കറിയൊക്കെ കിട്ടിയത്. അവർക്ക് മലക്കറി കണ്ടു കൊടുക്കണ്ടേ? അതെ, അവള് നാളെ വന്നിട്ട് കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു പാത്രത്തിൽ പായസം എടുത്ത് മലക്കറി ആയിട്ട് കൊണ്ടുപോകണം. നിങ്ങൾ രണ്ടും കൂടെ കൊണ്ട് കൊടുത്തിട്ട് നീ എപ്പോഴും വരണ ഈ പെണ്ണ്? എന്തേരി വൈകുന്നേരം വരുന്ന രാവിലെ വരുന്ന അമ്മാവയ്ക്ക് പായസം കൊടുക്കാൻ. ഇവിടെ വെച്ചാൽ അയ്യോ എനിക്ക് വയ്യെന്ന് പറഞ്ഞു. വയ്യെന്ന് പറഞ്ഞു.
പൊങ്കല കഴിഞ്ഞ് കൊണ്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു നേരം തന്നെ അതിനെ കൊണ്ടുവരുമ്പോൾ നേരം എടുക്കും. വെയിലെടുത്തിട്ടല്ലേ ഇറങ്ങുള്ളൂ. ഇത് വെയിലെടുത്തിട്ട് പോവാം, ചായ കുടിച്ചിട്ട് പോവാം, നാളെ പോവാം എന്ന് പറഞ്ഞോണ്ടിരിക്കും. അവിടെ വന്ന് കയറിയാൽ പിന്നെ പോകാനേ സമ്മതിക്കില്ല. ഒരു ദിവസം നിന്നിട്ട് പോകുന്ന പറയും ചിലപ്പോഴൊക്കെ പറയും അവിടെ പോകുമ്പോൾ. മൊത്തം അരിയിട്ട് വെള്ളം കുടിക്കട്ടെ. പാത്രം കഴുകി ഉണക്കി വെച്ചിരിക്കുന്നു. അടച്ചു പോയി പാത്രത്തിന്. ഇത് കുഞ്ചു മുമ്പേ ഇരിക്കുന്നു പാത്രം. പായസം വിളിക്കായിരിക്കും. എനിക്ക് എവിടെ പങ്കാളി പേര് എന്നെ വിളിച്ചു തരും തന്നെ. അങ്ങനെയാണ് കൂട്ട്. അതായിരിക്കണ സൗഹൃദം. എന്താ പറയുക, നേരം ഉണ്ടെങ്കിൽ നീ വാന്ന് പറഞ്ഞു ഇന്നും. അപ്പൊ അമ്മ എന്താ പറഞ്ഞേ? ഒന്ന് വാ നോക്കട്ടെന്ന് പറഞ്ഞു. നേരം ഉണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞു. അച്ഛനെ കരുതി നിവർത്തി ഇനി മരിച്ചിനെയും കിരിച്ചിനെയും പറഞ്ഞു എപ്പോഴും പറഞ്ഞു. മരിച്ചിരി നടാൻ വേണ്ടിയിട്ടുണ്ട്. നട്ട് പിന്നെ മുറ്റീറ്റ വരുള്ളൂ ഇവിടുന്നും കൊണ്ട്. ഇന്ന് അവിടെ തീരുമ്പോ നാളെ അവിടെ തുടങ്ങും. ചെമ്പകമംഗലം. 10 ദിവസം. ചൊവ്വാഴ്ച അന്ന് വീട്ടിലായിരിക്കും. നീ അരിഞ്ഞ് തീർന്നിട്ട് സംസാരിക്കും. ഞാൻ അരിയിൽ നടക്കൂലേ. അരിയുമ്പോ മൊത്തം അരി എളുപ്പമുണ്ട്. പിന്നെ ഓഫ് ചെയ്യാനായിട്ട് അപ്പം അരിയിട്ട് ചാലിന് നിൽക്കട്ടെ. അവരൊക്കെ അങ്ങനെ തിന്നാ മതിയില്ലേ. ഇതിരെ നോക്കട്ടെ. ഓ ഇവിടെ എല്ലാം പോട്ടെ. ഉള്ളി തീർച്ചയായും എടുത്തോണ്ട് വരട്ടെ. ഇത് ഒരു ചെയ്ത് ഇടാൻ പോണേ. അപ്പോൾ തീയതി കട വെക്കട്ടെ. കറിവേപ്പില ഇട്ടത് ഒറ്റ തെറിക്കില്ല കേട്ടോ. ചൂട് ചൂട് കയ്യിൽ തട്ടു. ഇല്ല ഇല്ല പൊള്ളിയെന്ന്
ഞാൻ വയ്ക്കണത് എണ്ണ കൂടിപ്പോയി ഇത് കുറഞ്ഞെന്നും പറഞ്ഞു തരുന്നിട്ടില്ല. തേപ്പിച്ച കഴുകിയിട്ട് കത്തിച്ച് ഉപ്പ് കുറേശ്ശെ ഉണ്ട്, അല്ലെങ്കിൽ ഒഴിച്ചില്ല. കടുകിട്ട് കടുകിട്ട് പൊട്ടിച്ച് കരിവേപ്പിലിട്ടിട്ട് കറിവേപ്പിലിട്ട് പിന്നെ ഈ പയറിട്ട് വള്ളിപ്പയറിട്ട് പിന്നെ സവാളയും കൂടെ. രണ്ട് വെണ്ടയ്ക്കയും കൂടെ ഇടാം. എന്തൊക്കെയാ ഇനി ഓഫ് ചെയ്യും. രണ്ട് മൂന്ന് വെള്ളം കഴിഞ്ഞു. രണ്ട് വെള്ളം കഴിഞ്ഞിട്ട് എന്താ കൊല്ലാനാണ് പിന്നെ വെണ്ടയ്ക്ക ഇട്ടോ. പരിയിട്ട് പയറെന്ന് പറയുന്നത് ഭയങ്കര വേഗമാണ്. അത് വെന്തിരുമ്പോൾ വണ്ടി വരണം. അരി എളുപ്പുണ്ടല്ലോ പിഞ്ച്. രസം നാളെ ഓരം ഞാൻ കിണ്ട അമ്മ അരിഞ്ഞാൽ മാത്രം മതി. സവാള അരിഞ്ഞെണ്ണം സവാളയും പച്ചമുളകും കത്തിരിക്ക അരിയണം. സവാളയും കൂടെ അരിയണം. മുളകിടണ്ടേ? ഒന്ന് ഇട്ടോ കത്തിരിക്ക ഇട്ട് കേട്ടോ അരിഞ്ഞ്. നീ ഒണിയൻ അരിഞ്ഞിട്ട് മണം വരുന്നുണ്ട് കേട്ടോ. അരിഞ്ഞിട്ട് കേട്ടോ. അരിഞ്ഞ
എണ്ണ കുറവ് കണ്ടാൽ തന്നെ അറിയാം. നല്ല സഹായിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്തൊരു തിന്നാന്നോ അവിടെ പോയി നിങ്ങൾ പോണോ? ഞാൻ പോണില്ല. ഇവിടെ നിന്ന് സഹായിക്കാൻ, ഇവിടുത്തെ ആഹാരം കഴിക്കാൻ വിചാരിച്ചു. എന്നും അവിടെ നിന്ന് കഴിക്കണമെന്ന്. എണ്ണ തീന്നാ അത് അതിലുണ്ടായിരുന്നു. സവാള അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ എടുക്കാം കേട്ടോ. തയ്യാറായി. സെറ്റായി. മുളകെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് കത്തിരിക്കയില്ല. അപ്പോൾ ഈ വെറും കുക്കിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. വ്ളോഗ് എടുക്കാനായിട്ട്. അപ്പം അയ്യോ ഇന്നത്തെ ഉത്സവം അങ്ങനെ കൊള്ളത്തില്ലായിരുന്നു. ഇന്നലെ ബെറോട്ടയൊക്കെ വാങ്ങിച്ചു. ബെറോട്ട ഉണ്ടായിരുന്നു. ഇന്ന് വേണ്ട 3 ബെറോട്ട ഉണ്ട്. അത് കഴിക്കണം. സൂപ്പറായിട്ട് നല്ല ബെറോട്ട. ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ കൊള്ളായിരുന്നു. ഞാൻ കഴിക്കുമ്പോൾ എടുക്കാം കേട്ടോ. അത് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിയാകുമ്പോൾ താ വെള്ളം കുടിക്കട്ടെ. ബെറോട്ട തിഞ്ഞ കാണാൻ കേട്ടോ. റീസണിൻ്റെ 6 റീസൺ വീഡിയോ കൂടെയാണ് ചെയ്യുന്നത്. റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്ന. റിവ്യൂ വീണ് കേട്ടോ. ഫോൺ വീണ ശബ്ദം. ഫോൺ വീണ കേട്ടോ. അപ്പോൾ പിന്നെ എടുക്കാം. ഭയങ്കര വെയിലുണ്ട്. ഇനി 1 മണിയായില്ല. 12:30 പോണേ. ഇപ്പോൾ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിക്കാറുള്ളത് ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ. ഇന്നലെ എടുക്കാത്തത് ഇന്നലെ അധികം ഇല്ലായിരുന്നു. ഇത് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ചെറിയ പരിപാടികൾ. ഈ കുത്തിയോട്ടം അങ്ങനെയൊന്നുള്ള സംഭവം ഇല്ലായിരുന്നു. എല്ലാം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഇവിടെയൊന്നും ഇല്ലായിരുന്നു. റോഡിൽ കൂടെ പോണതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ എടുക്കാം കേട്ടോ. ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കഴിക്കാം കേട്ടോ. എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും. ഇവിടെ ബക്കറ്റ് മോപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വീട് മുഴുവൻ തുടച്ചിട്ട് നീ ഇവിടെ വന്ന് കിടന്നാൽ മതി. നീ എന്താ പിന്നെ ആരാ? നീ തന്നെ ആ ശേഷം ചെയ്യുന്നുണ്ടോ നോക്കണം. ഇതെന്തിനമ്മ വിഴുകോട്ടെ. ഇപ്പം കുറച്ച് എടുക്കുന്നുള്ളൂ. കഴിച്ച് കഴിഞ്ഞേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള അടുത്ത വീഡിയോ ബൈ.